ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല, കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും. വളരെ നിർബന്ധമാണ്. കണ്ടില്ലേ, ഇതിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം, അയാൾ പറയുന്നതൊക്കെ വ്യക്തവും അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു സിനിമയായിട്ട് മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, ഒരു സംവിധായകനായിട്ട് മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ആൾക്കും, ഏതൊരു കലാകാരനും ഉതകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർ പഠിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്. പക്ഷേ ഇതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ട് ഇത് ജനങ്ങൾ ഈ പറയുന്ന രീതിയിൽ അതൊരു വിദ്വേഷ പരാമർശമായിട്ട് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ആളുകൾ സിനിമ എടുക്കാൻ വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ആളുകൾ സിനിമ എടുക്കുമ്പോൾ പരിശീലനം നേടിയിരിക്കണം. എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്? മറ്റുള്ളവർ സിനിമ എടുക്കാൻ ആഗ്രഹിച്ച എല്ലാവരും ഒരു കലാകാരൻ തന്നെ. അവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റെന്നോ ഉയർന്ന കാസ്റ്റെന്നോ അങ്ങനെ ഒന്നുമില്ല. അവിടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ